പാലക്കാട് നഗരസഭയിൽ CPM കോൺഗ്രസ് സഖ്യം വേണമെന്ന ലീഗ്. നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് BJPക്ക് 2 സീറ്റിന്റെ കുറവുള്ളത് മുതലാക്കണമെന്ന മുസ്ലിം ലീഗ് മുനിസിപ്പൽ നേതൃത്വം. സ്വതന്ത്രനായ കോൺഗ്രസ് വിമതൻ H. റഷീദിന്റെ സഹായം തേടി CPM സഹായത്തോടെ മതേതര സഖ്യം അധികാരത്തിലേറണമെന്ന് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം MM ഹമീദ് പറഞ്ഞു. വേണ്ടിവന്നാൽ റഷീദിനെ ചെയർമാനാക്കണം. ഏതുവിധേനയും വർഗീയ കക്ഷിയായ BJPയെ അധികാരത്തിൽ നിന്നും പുറത്തു നിർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സഖ്യം ബാധിക്കുമോ എന്നത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. BJPയേക്കാൾ സീറ്റുകൾ കോൺഗ്രസിനും CPMനും ചേർന്ന് ജനം നൽകിയിട്ടുണ്ട്. അത് BJPക്കെതിരാണ് ജനങ്ങൾ എന്നതിന് തെളിവാണെന്ന് ഹമീദ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ യാതൊരു വികസനവും നടത്താൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് BJPയുടേത്. അതുകൊണ്ട് ഈ ഭരണസമിതിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് UDFിൻ്റെ ലക്ഷ്യം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങിയത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു LDF UDF സഖ്യം ഉണ്ടാവുമോ പാലക്കാട്? അത് അങ്ങനെ ഒരു സഖ്യം ഉണ്ടാവേണ്ടതാണ്. കാരണം BJPയെ ഒഴിവാക്കുക എന്നുള്ളതിൽ ആത്മാർത്ഥതയാണ് അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും യോജിപ്പ് പരിപാടിയാണ്. ഇനിയിപ്പോൾ അങ്ങനെ സഖ്യം ഉണ്ടായില്ലെങ്കിൽ തന്നെ ഒരു സ്വതന്ത്രൻ വിജയിച്ച് നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച ഒരു സ്വതന്ത്രനാണ്. അദ്ദേഹത്തെ പിന്താങ്ങിക്കൊണ്ട് UDF LDFും ചേർന്നുകൊണ്ട് ചെയർമാൻ ആക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അതിനോടുള്ളൊരു നിലപാട് എന്താണ്? തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ മുൻകൈ എടുക്കും. അങ്ങനൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരാൻ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തും. ഏത് സ്വതന്ത്രന്മാരാണെങ്കിലും അവരുടെ LDFിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച ആളുകളാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് റഷീദ് എന്ന് പറയുന്ന ആൾ BJPയെ എതിർത്ത് പരാജയപ്പെടുത്തിയിട്ട് വന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ റഷീദ് ചെയർമാനാകാൻ വേണ്ടിയുള്ള ശ്രമം നടക്കും തീർച്ചയായിട്ടും. UTV ന്യൂസ്, പാലക്കാട്.